ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. ഈ പ്രഭാത ആരാധനയിൽ തിരുവസ്തുവിനായ ഈശോയെ ഈ ദിനം ഈശോടൊപ്പം ജീവിക്കാൻ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുക. ദൈവമേ, ഈ ദിവസത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങേ കൈവിടാതെ അങ്ങയോടൊപ്പം ജീവിക്കാനുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ നിഷേധാത്മകമായ ചിന്തകളും അവിടെ നിന്ന് എടുത്ത് മാറ്റണമേ. ഞങ്ങളെ പ്രത്യാശയുള്ളവരാക്കി മാറ്റണമേ. ഞങ്ങൾ ഈ ദിനം ഉണർവുള്ളവരാക്കി മാറ്റണമേ. ഇന്നലെ സംഭവിച്ച അസ്വസ്ഥതകളൊന്നും ഇന്നേ ദിനം ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ വേണ്ടി, ഈ ദിനം അനുഗ്രഹമായി മാറാൻ വേണ്ടി യേശുവേ നമുക്ക് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഇന്ന് വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. 4-ാം അധ്യായം 13-ാം വചനം ഇപ്രകാരം പറയുന്നു: എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എത്രയോ ദൈവമക്കൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവമേ, ശക്തിയേറ്റ് കഴിവില്ല എന്ന് ചിന്തി ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുക: ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്ക് എല്ലാ കാര്യങ്ങളും മനോഹരമായി ചെയ്യാൻ സാധിക്കും. ഈ ദിനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം ഈ ദിനം ഒരു അനുഗ്രഹമായി മാറുമോ? ഇന്നേ ദിനം എനിക്ക് നന്നായി പഠിക്കാൻ സാധിക്കുമോ? നന്നായി ജോലി ചെയ്യാൻ സാധിക്കുമോ? നന്നായി അധ്വാനിക്കാൻ സാധിക്കുമോ? നന്നായി പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? എന്നെ കൊണ്ടാവില്ല ദൈവമേ. ഇങ്ങനെ നെഗറ്റീവായ ചിന്തകളുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ ഇന്നേ ദിനം എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഈ വലിയൊരു ബോധ്യം, ഈ പ്രത്യാശയുടെ അഭിഷേകം ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി ഇരുകാരമുയർത്തി നമുക്ക് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവർ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന.
ഞങ്ങൾ പാലായിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ മകൻ്റെ 6 വർഷമായി തടസ്സപ്പെട്ട് കിടന്ന വിദ്യാഭ്യാസ തടസ്സത്താൽ വളരെയേറെ വിഷമത്തിലായിരുന്നു. സന്ദർഭത്തിൽ പാലായിൽ ലാളമ്പള്ളിയിൽ ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുന്നാൽ അച്ഛൻ നയിച്ച മരിയൻ ധ്യാനത്തിൽ പങ്കുചേരുകയും അച്ഛനോട് ഈ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. 6 മാസത്തിനുള്ളിൽ സാധിക്കുമെന്ന് അച്ഛൻ ദൈവിക സന്ദേശം നൽകി. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡിസംബർ മാസത്തിൽ ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ശനിയാഴ്ച റൂഹാഭിഷേക ബൈബിൾ കൺവെൻഷൻ കൂടി താബോർ മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ഇതേ നിയോഗം അച്ഛനോട് പറയുകയും ചെയ്തു. 72 ദിവസം ജപമാല ചെല്ലുവാനും 60 ദിവസത്തിനുള്ളിൽ വിദേശ പഠനം സാധ്യമാവുമെന്നും അറിയിച്ചു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജനുവരി 17-ന് മകൻ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സിന് വിദേശത്ത് പഠിക്കുന്നതിനായി പോവുകയും അവിടെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അതുപോലെ മകൻ്റെ വിദേശ പോകാനുള്ള മെഡിക്കൽ ചെക്കപ്പിൽ 2 തവണ കവണ്ട് മുറിവ് കണ്ടിരുന്നു. 3-ാം തവണ പരിശോധനയ്ക്ക് പോകുന്നതിന് മുമ്പ് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാം ശരിയായി. പരിശുദ്ധ താബോർ മാതാവ് വഴി ഈശോ നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഈ ദിനം ഈശോയോടൊപ്പം